ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള വൈറസ് വ്യാപനം അതീവ ഗുരുതരമായി തുടരുന്നതായും പുതിയ കേസുകൾ ക്രമാതീതമായി ഉയരുന്നതായും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. 2026 മെയ് 15 ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഈ രോഗവ്യാപനം രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ എബോള ബാധയായി മാറിയെന്ന് യുഎന്നിൻ്റെ സീനിയർ എബോള കോർഡിനേറ്റർ ജൂലിയൻ ഹാർനസ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും പുറത്തുവിട്ട പ്രധാന വിവരങ്ങൾ: എബോള ബാധിച്ച് ഇതുവരെ 2500-ലധികം ആളുകൾ മരണപ്പെട്ടു. ഇതിൽ പകുതിയോളം മരണങ്ങളും സംഭവിച്ചത് കഴിഞ്ഞ 20 ദിവസങ്ങൾക്കുള്ളിലാണ്. നിലവിൽ കോങ്കോയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5000 കടന്നു. രോഗം ബാധിച്ച് മരിച്ചവരിൽ വലിയൊരു പങ്ക് കുട്ടികളാണ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് 180-ലധികം കുട്ടികൾ അനാഥരായതായി സേവ് ദ ചിൽഡ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. പശ്ചിമാഫ്രിക്കയിൽ മുൻപുണ്ടായ എബോള വ്യാപനത്തേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് ഇപ്പോൾ വൈറസ് പടരുന്നത്. നിലവിൽ പടരുന്നത് എബോളയുടെ അപൂർവ വകഭേദമായ ബുന്ദിബുഗ്യോ വൈറസാണ്. ഇതിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. കോങ്കോയിലെ സർക്കാരും സായുധ ഗ്രൂപ്പുകളും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം കാരണം മെഡിക്കൽ സംഘങ്ങൾക്ക് പല രോഗബാധിത പ്രദേശങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. കോങ്കോയിലെ 6 പ്രവിശ്യകളിലേക്ക് പടർന്ന വൈറസ് ഇപ്പോൾ അയൽരാജ്യമായ ഉഗാണ്ടയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്ക് താൽക്കാലിക സുരക്ഷ ഉറപ്പാക്കാൻ UN ഏജൻസികൾ വഴി 70,000 ഡോസ് എർവോബോ വാക്സിനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം.